ഹായ് ഗൈസ്, വെൽക്കം ടു അൺഫിൽറ്റേഡ് ട്രാക്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരൊറ്റ പേര്, കണ്ണൂർ സിംഹം, അതായത് കെ സുധാകരൻ. ഇഷ്ടമുള്ളവർക്ക് അയാൾ കുമ്പംകൊടി സുധാകരൻ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? വെൽക്കം ടു ദ വീഡിയോ. 5 പതിറ്റാണ്ടായി കോൺഗ്രസിൻ്റെ പടക്കുതിരയായി നിലകൊള്ളുന്ന കെ സുധാകരൻ വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് ഒരു പോരാട്ട ചരിത്രമാണ്. CPM-ൻ്റെ കോട്ടകളിൽ കോൺഗ്രസ് കൊടിമരം നാട്ടാൻ അദ്ദേഹം നടത്തിയ ചോര ചിന്തിയ പോരാട്ടങ്ങൾ ഇന്നും കേരളം ചർച്ച ചെയ്യുന്നു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സുധാകരൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് എവിടെ നിൽക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. 1948 മെയ് 11 കണ്ണൂരിലെ നാടാലിയിലാണ് രാമനുണ്ണിയുടെയും മാധവിയുടെയും മകനായി സുധാകരൻ ജനിച്ചത്. സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം പഠനകാലത്ത് തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയായിരുന്നു കെ സുധാകരൻ്റെ കടന്നുവരവ്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നിന്നാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം ആരംഭിച്ചത്. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും സുധാകരനും ഒരേ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം അന്നേ ബ്രണ്ണൻ കോളേജിലെ ഇടനാഴികളിൽ തുടങ്ങിയതാണ്. വിദ്യാഭ്യാസം. ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും MA ഹിസ്റ്ററി നിയമബിരുദവും LLB നേടിയ അദ്ദേഹം വിദ്യാഭ്യാസത്തിൽ ഒട്ടും പിന്നിലായിരുന്നു. KSUവിലൂടെ തുടങ്ങിയ യാത്ര 1970-കളിൽ കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യം ഇന്നത്തേക്കാൾ കഠിനമായിരുന്നു. അവിടെ കോൺഗ്രസ് നയിക്കുക എന്നത് ജീവൻ പണയം വെച്ചുള്ള ജോലിയായിരുന്നു. KSU താലൂക്ക് പ്രസിഡന്റ് മുതൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് വരെ, 1991 മുതൽ 2001 വരെ കണ്ണൂർ DCC പ്രസിഡന്റായിരുന്ന കാലമാണ് അദ്ദേഹത്തിൻ്റെ സംഘടനയെ കേരളം കണ്ടത്. 1992 കോടതി വിധിയിലൂടെ MLA ആയി. തുടർന്ന് 1996, 2001 കാലഘട്ടത്തിൽ കണ്ണൂരിൽ നിന്ന് ജയിച്ചു കയറി. 2009 ആദ്യമായി പാർലമെന്റിലേക്ക്, പിന്നീട് 2019 2024 വൻ ഭൂരിപക്ഷത്തോടെ ലോക്സഭയിലും എത്തി. സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതം വിവാദങ്ങളുടെ സമുദ്രമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പലപ്പോഴും ശത്രുക്കളെ പ്രകോപിപ്പിക്കുന്നതും ചർച്ചകൾക്ക് വഴിമാറുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ ചെത്തുകാരൻ്റെ മകൻ എന്ന് വിളിച്ചത് വലിയ വിവാദമായിരുന്നു. എന്നാൽ താൻ പറഞ്ഞത് ഒരു തൊഴിലിനെക്കുറിച്ചാണെന്നും അതിൽ ജാതി-അധിക്ഷേപമില്ലെന്നും അദ്ദേഹം ഉറച്ചുനിന്നു. മോൻസൺ മാവുങ്കൽ പുരാവസ്തു തട്ടിപ്പ് കേസ് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ അദ്ദേഹം CPM സർക്കാരിൻ്റെ കണ്ണിലെ കരടായി. എന്നാൽ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസുകളെന്ന് അദ്ദേഹം അപ്പോഴും വാദിച്ചു. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിനിടയിൽ പലതവണ വധശ്രമങ്ങളിൽ നിന്നും അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ഇതാകാം അദ്ദേഹത്തിനെ കൂടുതൽ പരുക്കൻ നേതാവാക്കി മാറ്റിയത്. 2026 മാർച്ച് മാസം സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയൊരു നിർണായക ഘട്ടമാണ്. തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ സുധാകരൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ സിറ്റിംഗ് MPമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയും ഖാർഗെയും തീരുമാനത്തിന് മുന്നിൽ അദ്ദേഹം ആദ്യം വിമുഖത കാട്ടിയെങ്കിലും ഒടുവിൽ വഴങ്ങി. കണ്ണൂർ സീറ്റിനായുള്ള വാശി ഉപേക്ഷിച്ച് അദ്ദേഹം UDF സ്ഥാനാർത്ഥി TO മോഹനന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. പാർട്ടിയാണ് വലുത് എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഇപ്പോൾ അദ്ദേഹം കേരളമാകെ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നു. സുധാകരനെ ആർക്കും അവഗണിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം ഇന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ഊർജ്ജമാണ്. 2026 പിണറായി വിജയൻ്റെ ദുർഭരണത്തെ തുടർന്ന് തടയിടാൻ സുധാകരൻ എന്ന കണ്ണൂർ കരുത്തൻ ഏത് വിധത്തിൽ പട നയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. കുമ്പംകൊടി സുധാകരനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഓക്കെ, പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്കുടനെ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.